വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് കേട്ട് നോക്കാവേ. എങ്ങനെ തിരിച്ചു വരാനോ നീ എന്തോ പറയുന്നത്? വണ്ടിക്കകത്തല്ലേ ഞാനിപ്പോ തിരിച്ചു വരും മുകേഷ്. ഈ എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. വന്ന് നോക്ക് അങ്ങനെ എത്രയ്ക്ക് നിനക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ എന്തായാലും 7 മണി ഒക്കെ കഴിയും. അതൊക്കെ വാച്ച്മാൻ വരും. അതൊക്കെ നമ്മള് അതെല്ലാം നോക്കി 100 കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, എല്ലാം പെട്ടെന്ന് എടുപിടിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആക്ടർ മുകേഷ് ആണ്. നല്ലൊരു അഭിനയമാണ് കേട്ടോ, ആൾക്ക് നല്ലൊരു ആക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം ഞാൻ കൂടുതലും പഴയ സിനിമകൾ, മുകേഷിൻ്റെ കോമഡി സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട്, ജഗദീഷൊക്കെ ആയിട്ടുള്ള. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മുടെ ക്രൈം സ്റ്റോറിയിൽ നിന്ന് പുറത്തു വിട്ടിട്ടുള്ള ചെറിയൊരു ക്ലിപ്പ് കാണാം. അത് ആരൊക്കെ തമ്മിലാണെന്നൊക്കെ പറഞ്ഞു. അശ്വതി എന്ന് പറയുന്ന കുറേ നാൾക്ക് മുന്നേ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന കേസിൽ കുറേ വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയുടെ കൂടെ ഉള്ളൊരു കുൽസിത ഫോൺ കോളാണ്. അപ്പം നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. മുകേഷേട്ട പിന്നെ എന്നെ വിളിച്ചില്ലായിരുന്നല്ലോ. ഞാൻ ആദ്യം വരെ വന്നേ, എന്നെ 2 മണിയായിട്ട് 3 മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അവിടെ അല്ലല്ല, ഈ പറയുന്നത് ഭയങ്കര പരിഗണയാണ്. ഞാൻ പറയുന്നത് പിന്നെ അല്ലാതെ ഇതുവരെ 1 മണിയായിട്ട് 11 മണി അങ്ങാണ്ട് കഴിയുമ്പോൾ മുകേഷേട്ട ഫ്രീ ആവുമെന്ന് പറഞ്ഞു. എന്നെ പിന്നെ വിളിച്ചില്ല. അതെ, 11 മണിക്ക് വരുത്ത സെക്രട്ടേറിയറ്റിലൊക്കെയാണ്, കണ്ടെയ്ൻമെന്റ് ആണ്. പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് 1 മണിയായിട്ട് ഒന്നും കോള് വന്നില്ല, 2 മണിയായിട്ട് കോള് വന്നില്ല. വിളിക്കണം, പിന്നെ ഞാൻ പോയിക്കോട്ടെങ്കിലും ചോദിക്കണ്ടേ. അപ്പൊ ഞാൻ പറയത്തില്ല, ഞാൻ ഈ തീരാത്ത പണി ഓടിപ്പടക്കാതെ. ഇല്ല, ഞാനിപ്പോ തിരിച്ചു വരും, ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും. ഞാനങ്ങ് അത് ഒരാൾക്ക് എന്നാലും ഭയങ്കര രസമായി കേട്ടോ. ഞാനീ എന്തെല്ലാം പരിപാടികളും എല്ലാം ഞാൻ അവരെ കാല് പിടിച്ച്, നിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞോളൂ, കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ തീർത്തത്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാനും ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഞാൻ ആ ബജാജിന്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ ഞാൻ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പം നമ്മുടെ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ആള് കുറച്ച് മുന്നോട്ടാണ് നിൽക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഹേമ കമ്മിറ്റി വന്ന സമയത്തൊക്കെ ആള് കുറച്ച് മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഉള്ളത് പറയാം, ലൈംഗിക ദാരിദ്ര്യം ഈ കേരളത്തിൽ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ചില വീഡിയോസിൻ്റെ കമൻസിൻ്റെ താഴെയും ഇങ്ങനെ വരുന്നുണ്ട്. സ്വന്തം ഭാര്യയുടെ അടുത്താണെങ്കിൽ ഒരു കൃത്യനിഷ്ഠയില്ലാത്ത ആൾക്കാരായിരിക്കും. കണ്ട പെണ്ണുങ്ങളോട് ഭയങ്കര സ്നേഹം, സ്വന്തം കുടുംബത്തിനോടില്ലാത്ത ആത്മാർത്ഥതയാണ് മറ്റുള്ള സ്ത്രീകളോട്. ഇടയ്ക്ക് വെച്ച് ഈ അശ്വതി എന്ന് പറയുന്ന ആള് കടകംപള്ളി സുരേന്ദ്രനെ ഒന്ന് വീഴ്ത്താൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇതുപോലെ റെക്കോർഡിങ് ഇത് ആരും പറയില്ല, രഹസ്യമാക്കി വെച്ചേക്കണേ. ഓക്കെ, രഹസ്യമായി വെച്ചിട്ടുണ്ട്, അതും പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടി കാണിച്ചില്ല. എന്താണ് ഈ നാളെ ഇതുപോലെ തന്നെ ആയിരിക്കുമോ? അല്ലല്ല, ഞാൻ നാളെ എന്തായാലും ഞാൻ നാളെ രാവിലെ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇനി എനിക്ക് അങ്ങനെ കബളിപ്പിക്കുന്നത് ഇഷ്ടമല്ല. അതാണ് ഞാൻ പറയുന്നത്. താല്പര്യമില്ലെന്നുള്ളത് പറഞ്ഞാൽ പിന്നെ മഴയായത് അല്ലാതെ വേറെ ഒന്നുമില്ല. ദൈവത്തിനാണ് മഴ ആയതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാൻ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ. ഞാൻ വിചാരിക്കുന്ന തോരട്ടെന്ന് വിചാരിച്ച് ഞാൻ കയറി കിടന്നു. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അത് ഞാൻ പറയുന്നത് താല്പര്യമില്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ ശല്യപ്പെടുത്തുകയില്ല. അയ്യോ, അതുകൊണ്ടല്ല. ഞാൻ എന്തായാലും നാളെ ഞാൻ വരാം, സത്യമായിട്ട് ഞാൻ വരാം. ഇന്ന് മഴയായത് കാരണമാണ്. അപ്പൊ നാളെ വരുമെന്നുള്ള ഇരിക്കാലോ. ഞാൻ വരും, നാളെ വരും. പിന്നെ മഴ പെയ്താലോ? മഴ പെയ്യൂല, ഞാൻ നാളെ രാവിലെ ഇറങ്ങാം എന്തായാലും. രാവിലെ ഇറങ്ങണം. പിന്നെ ഉറങ്ങിയെന്ന് പറയരുത്. പിന്നെ വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഞാനൊന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ലോകത്ത് ആരോടും ഈ കാര്യങ്ങൾ പറയില്ലല്ലോ. ഇല്ല, ഞാൻ പറയൂല. ഞാൻ ആരോടും പറയൂല. കാര്യം വിശ്വസിക്കുന്നവര് വഞ്ചിക്കുന്ന പരിപാടി എനിക്കില്ല. നാളെ രാവിലെ 6 മണിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി വിളിക്കണ്ടല്ലോ. വേണ്ട, ഞാൻ രാവിലെ ഇറങ്ങിക്കോളാം. എത്തിക്കോളാം. നിങ്ങൾക്ക് ഇതൊക്കെ ഇടാനില്ലേ മറ്റേ സംഗതി, എന്താ പിന്നെ റെയിൻകോട്ടൊക്കെ ഇല്ലേ?
റെയിൻകോട്ട് വാങ്ങിക്കണം ഇനി. വാങ്ങിച്ചില്ലായിരുന്നോ? ഉണ്ടായിരുന്നു ഒരെണ്ണം, അപ്പൊ അത് ചീത്തയായി പോയി. അപ്പൊ ഇനി ഒരെണ്ണം വാങ്ങിക്കണം. മഴയത്താണെങ്കിലും ഒരു റെയിൻകോട്ട് ഉണ്ടെങ്കിൽ സത്യത്തിൽ അത് അങ്ങ് വരാമായിരുന്നല്ലോ. വാങ്ങിക്കണം ഇനി. ഓക്കെ. വിശ്വസിക്കുന്നവരെ ചതിക്കത്തില്ല എന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. പേര് വിശ്വസിച്ചിട്ടുണ്ടെന്നും ദൈവത്തിന് അറിയാൻ കേട്ടോ. ആള് അപ്പോഴപ്പോഴേ ചോദിക്കുന്നുണ്ട്, ആരും അറിയത്തില്ലല്ലോ, ആരും പറയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഹണി ട്രാപ്പിൽ അശ്വതിയെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കേട്ടിരുന്നാൽ എളുപ്പത്തിലൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ.